കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള മത്സരമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത്. അന്ന് ഈ ശബരിമല യുവതീ പ്രവേശന വിഷയമൊക്കെ കത്തിനിന്ന സമയം കൂടിയായിരുന്നു. UDF സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് LDF വരുന്നു. മൂന്നാം സ്ഥാനത്തേക്ക് NDA പിന്തള്ളപ്പെടുന്നു. അന്ന് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നു. അതോടുകൂടി അത് UDFന് ഒരു അനുകൂല തരംഗമായി മാറുകയും ചെയ്തു. ഇക്കുറി എങ്ങനെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ UDFന്റെയും NDAയുടെയും ഒരു സാധ്യത എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? നമ്മൾ വോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയുന്ന കാര്യം, കഴിഞ്ഞ തവണ LDFന് ലഭിച്ച വോട്ട് ചരിത്രത്തിൽ ഏറ്റവും താഴ്ന്ന വോട്ടുകളിലൊന്നാണ്. വോട്ടിംഗ് ശതമാനം അത്രയും വോട്ട് കുറഞ്ഞു. LDFന്റെ ഒരു വിഭാഗം വോട്ട് NDAക്കും പോയി, BJPക്കും പോയി, അല്ല കോൺഗ്രസിനും പോയി. അത് വളരെ വ്യക്തമാണ്. രണ്ടുപേർക്കും പോയിട്ടുണ്ട്. എന്നാൽ NDAക്ക് ഒരു ഭൂരിപക്ഷത്തിന്റെ അടുത്തേക്കുള്ള വോട്ട് എങ്ങും കിട്ടിയില്ല. അതുകൊണ്ട് കോൺഗ്രസ് തകർപ്പൻ വിജയം നേടി. ഇന്ന് ആ സാഹചര്യം നിലവിലില്ല. അന്നത്തെ സാഹചര്യം എന്താ? ഒന്ന് നിങ്ങൾ പറഞ്ഞ ശബരിമല. ഇന്ന് ശബരിമല ഒരു ചർച്ചാ വിഷയമല്ല. എന്ന് മാത്രമല്ല, അതിന് ലോക്സഭ കഴിഞ്ഞു വന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് വ്യക്തമാവുകയും ചെയ്തു. ശബരിമല വീണ്ടും കുത്തിപ്പോക്കാനൊക്കെ നോക്കി, പക്ഷെ അതിനൊന്നും കാറ്റ് പിടിച്ചില്ല. രണ്ടാമത്തത്, കോൺഗ്രസ് ആയിരിക്കും ഇനി സർക്കാരുണ്ടാക്കുക എന്നൊരു വ്യാമോഹം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഇനി കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയില്ലെങ്കിലും ഏറ്റവും വലിയ കക്ഷിയാവണം, എങ്കിലേ അവരെ പ്രസിഡന്റ് വിളിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു നടന്നതിന് കാറ്റ് പിടിച്ചു. എന്നാൽ ഇന്ന് ന്യൂനപക്ഷങ്ങൾ കൂടുതൽ LDFനോട് അടുക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമാവും കേട്ടോ, വളരെ വ്യക്തമാവും. കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റങ്ങളിലൊന്ന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ LDFനോട് കൂടുതൽ അടുക്കുന്നു എന്നുള്ളതാണ്. ചരിത്രപരമായിട്ട് 59 വിമോചന സമരം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ LDFന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അകറ്റി. അതാണ് ഈ വിമോചന സമരത്തിന്റെ ദീർഘനാളിലുള്ള പ്രത്യാഘാതം. അതിനുശേഷം പല രീതിയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് കൂടുതൽ കടന്നു ചെല്ലുന്നതിനുള്ള പല രീതികൾ അവലംബിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും പൂർണ്ണ വിജയം കണ്ടിട്ടില്ല. പണ്ടത്തെ എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വിമോചന സമരത്തിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറിയായ KB പത്രോസ് അല്ലേ, പിന്നെ KC ജോർജ് അല്ലേ, TB തോമസ്, ജോർജ് ഇടയമുറി, KT ജേക്കബ്, ഇതൊക്കെ അല്ലേ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലേ? ഏത് സമുദായത്തിലൊന്നു പോലെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഈ ഒരു പിന്നീട് അതുണ്ടാവുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ പലരും മനസ്സിലാക്കാത്ത വലിയൊരു കാറ്റ് കേരളത്തിൽ വീശുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമാവും കേട്ടോ. ന്യൂനപക്ഷം 2019 പോലെ അല്ല ചിന്തിക്കുന്നത്.